ബലിയർപ്പിക്കാനായി വരുന്നു ഞങ്ങൾ. ഹൃദയവും മനസ്സും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ബലിയർപ്പിക്കാനായി വരുന്നു ഞങ്ങൾ. ഇതാ ബലിയർപ്പിക്കാനായി വരുന്നു ഞങ്ങൾ. ഹൃദയവും മനസ്സും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് ബലിയർപ്പിക്കാനായി വരുന്നു ഞങ്ങൾ. ബലിയർപ്പിക്കാനായി വരുന്നു ഞങ്ങൾ. സ്വർഗം നൽകുന്ന അനുഗ്രഹം
അവനോട് പറഞ്ഞു, നീ പോയി സിലോഹ അയക്കപ്പെട്ടവനർത്ഥം കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരൻ അവനെ മുമ്പ് യാചകനായി കണ്ടിട്ടുള്ളവൻ പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റൊരു പറഞ്ഞതല്ല, ഇവൻ അവനെ പോലെ ഇരിക്കുന്നുവെന്നേ ഉള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, ഈശോയുടെ പേരുള്ള ഒരു മനുഷ്യൻ ചെറിയുണ്ടാക്കി എന്റെ കണ്ണുകളിൽ പുരട്ടി സിലോഹയിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. എന്നിട്ട് അവൻ എവിടെയെന്ന് അവർ ചോദിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ് അവരോട് പറഞ്ഞത്. അവർ അവനെ പുറത്താക്കി എന്ന് ഈശോ കേട്ടു. അവനെ കണ്ടപ്പോൾ ഈശോ ചോദിച്ചു, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? അവൻ ചോദിച്ചു, കർത്താവേ, ഞാൻ അവനെ വിശ്വസിക്കേണ്ടത് അവൻ ആരാണ്? ഈശോ പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു. എന്നോട് സംസാരിക്കുന്നത് തന്നെയാണ് അവൻ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഈശോയെ വിളിച്ചു. അവന്റെ വിശ്വാസത്തിന്റെ നയനങ്ങൾ തുറക്കുകയും നമ്മൾ കാണുന്നു. അവസാനം അവനെ ഈശോയെ വിശ്വസിക്കുകയും ഈശോയെ പുറത്തേക്കുകയും ചെയ്യുന്നു. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനും നിലനിർത്തുവാനും വേണ്ടി നമുക്ക് ദയവായിട്ട് വിശ്വസിക്കാം. എൻ ദൈവമേ, അവിടുത്തെ സ്നേഹം എത്ര മധുരം. എൻ ദൈവമേ, അവിടുത്തെ സ്നേഹം എത്ര മധുരം. പാപികളും ബലഹീനരുമാ മക്കളുടെ വിളിയൊന്നു കേൾക്കണമേ. പാപികളും ബലഹീനരുമാ മക്കളുടെ വിളിയൊന്നു കേൾക്കണമേ. അവിടുത്തെ സ്നേഹം എത്ര മധുരം. അവിടുത്തെ സ്നേഹം എത്ര മധുരം. വിശുദ്ധ ബലിയിൽ തിരുവോസ്തിരൂപനായി നാവിൽ അലിഞ്ഞു ചേരുന്ന നേരം ഈശോയും ഞാനും ഒന്നാകും നേരം. ഈശോയും ഞാനും ഒന്നാകും നേരം. അവിടുത്തെ സ്നേഹം എത്ര മധുരം. അവിടുത്തെ സ്നേഹം എത്ര മധുരം. ലോകത്തിൻ രക്ഷകനായി കുരിശുമരണമേറ്റെടുത്ത ദൈവപുത്ര, ലോകത്തിൻ രക്ഷകനായി കുരിശുമരണമേറ്റെടുത്ത ദൈവപുത്ര, അനുദിനം ഞങ്ങളെ. ഇതാണ് ഇവർ പറയുന്നത്. 216 അടി പൊക്കം, അല്ലെങ്കിൽ 66 മീറ്റർ ആണ് അതിൻ്റെ പൊക്കം. അതിൻ്റെ വ്യാസം എന്ന് പറയുന്നത് 720 × 760 അടിയാണ്. അതായത് 220 × 230 മീറ്റർ. പിന്നെ ഉള്ളത് ചന്ദ്രൻ്റെ പിരമിഡാണ്. അത് ഇതിൻ്റെ തന്നെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. പിന്നെ അതിനകത്തൊരു അവന്യൂ ഓഫ് ദ ഡെഡ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് മരിച്ചവരുടെ ഒരു വലിയ സ്ട്രീറ്റാണിത്.
അപ്പോൾ ആ സ്ട്രീറ്റുകൾ നമുക്ക് നടക്കാം. അതിൻ്റെ കാരണം വെച്ചാൽ ഈ മരിക്കാൻ പോകുന്ന ആളിനെ കൊണ്ടുപോകുന്നത് ചിലർ സ്വയം സന്നദ്ധരായിട്ടുള്ളവർ വരും, ചിലർ ഈ യുദ്ധത്തിൽ പിടിച്ചെടുത്ത ആളുകളുണ്ട്, ചിലപ്പം അടിമകളായിട്ടുള്ളവരുണ്ട്. ഇവരെ ചിലർ സ്വമനസാലെ വരും, ചിലർ കുഞ്ഞുങ്ങളെ തന്നെ സാക്രിഫൈസ് ചെയ്യും. പക്ഷെ അങ്ങനെ സാക്രിഫൈസ് ചെയ്യാൻ ചെയ്യുന്ന ആളിനെ വളരെ റോയലായിട്ടാണ് അവർ സ്വീകരിച്ച് ഈ അവന്റി ഓഫ് ദ ഡെഡിലൂടെ ആനയിക്കുന്നത്. വലിയ നമ്മുടെ ഒരു പ്രദർശനം പോലെയാണ്. അതൊരു വലിയ പ്രിവിലേജാണ്. നമ്മൾ കണ്ടല്ലോ മ്യൂസിയത്തിൽ ചെന്നപ്പോൾ ആ കല്ലിൻ്റെ തുളയ്ക്കകത്തൂടെ പന്ത് കടത്തി വിട്ട് വിജയിച്ചാൽ അവനെ സാക്രിഫൈസ് ചെയ്യാം. അതൊരു പ്രിവിലേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിനുള്ള റിവാർഡാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ആ അവന്റി ഓഫ് ദ ഡെഡിലൂടെയാണ് അവരെ പ്രദർശനമായിട്ട് കൊണ്ടുപോകുന്നത്. അത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അത് നല്ല വീതിയുള്ള ഒരു സ്ട്രീറ്റാണ്. ശാസ്ത്രത്തെക്കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങളെ ആശ്രയിച്ചാണ് അതിരുന്നത്. അവനെ ഈ സൂര്യൻ എന്നും ചന്ദ്രനുമായി യുദ്ധം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരുടെ സങ്കല്പമായി പറയുന്നുണ്ടോ എന്നും. അപ്പോൾ അതുകൊണ്ട് സൂര്യൻ പിറ്റേ ദിവസം ഉദിക്കണമെങ്കിൽ അവന് ശക്തി കൊടുക്കണം. അതുകൊണ്ട് മനുഷ്യ ഹൃദയവും രക്തവും അവന് കൊടുക്കണം. അത് പിന്നെ പല കാരണങ്ങളാലാണ്. ഇപ്പോൾ ഒരു അമ്പലം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഒരുപാട് കുരുതി കിടത്തും. അപ്പോൾ സൂര്യനോട് ഏറ്റവും ചേർന്ന് അല്ലെങ്കിൽ സൂര്യൻ്റെ അടുക്കൽ കൊണ്ടുപോയി ഈ മനുഷ്യ ഹൃദയം കാഴ്ചവെക്കാൻ കഴിവുള്ള പക്ഷിയാണ് അത്. അതുകൊണ്ടാണ് അതിൻ്റെ തൂവലൊക്കെയാണ് ഇവരുടെ രാജാവിൻ്റെ കിരീടത്തിൻ്റെയും രാജ്യയുടെ കിരീടത്തിൻ്റെയും ഒക്കെ ഡെക്കറേഷനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കുടുംബ മാതാവിൻ്റെ മാലാഖയ്ക്കും അതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മനുഷ്യകുരുതി കടത്തി അവിടെ കൊണ്ടുപോയി നടത്തുന്ന പരിപാടി നിർത്തണം എന്ന് മിഷണറികൾ പറഞ്ഞിട്ട് സമ്മതിക്കാല. അതുകൊണ്ട് അത് നിർത്താൻ വേണ്ടിയാണ് ബലമായിട്ട് ഈ പിരമിഡൊക്കെ ഇടിച്ചു നിരത്തുന്നത്. എന്നിട്ട് അതിന് പകരം അവരോട് പറഞ്ഞു യഥാർത്ഥ ദൈവം ഇതല്ല, യഥാർത്ഥ ദൈവം ക്രിസ്തുവാണ്, യഥാർത്ഥ അവരുടെ ദൈവത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അമ്മയായ കന്യാമറിയുമാണ് എന്നിവർ പഠിപ്പിച്ചു. അതിൻ്റെ പേരിലാണ് ഇവർ നമ്മുടെ പള്ളി തകർക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിടുമോ എന്ന് പറഞ്ഞ പോലെ ഇവർ സ്പാനിഷുകാർക്കെതിരായിട്ട് ശബ്ദിച്ചതിലാണ് ഇവർ പറയുന്നത്. ഇവൻ പാപം ചെയ്തിട്ടില്ല, കാരണം ജനിക്കുമ്പം തന്നെ അന്നനാ. അപ്പം അതുകൊണ്ട് അവൻ്റെ ആണോ അവൻ്റെ മാതാപിതാക്കന്മാരുടെ ആണോ ഈശോ പറയുന്നതിനാ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു കുട്ടി ഓട്ടിസത്തും ഉള്ളതായിട്ടോ വൈകല്യങ്ങളുമായിട്ടോ ബുദ്ധിമാന്ദ്യമുള്ളതായിട്ടോ ജനിച്ചാൽ ആ കുട്ടിയുടെയോ ആ കുട്ടിയുടെ മാതാപിതാക്കന്മാരുടെയോ പാപം മൂലമാണോ? അല്ല. അതാണ് ഈശോ പറയുന്നത്. ഒന്ന്. എന്നാൽ അത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി അതോടൊപ്പം തന്നെ നമ്മളെ ഏൽപ്പിക്കുന്ന ആ മാതാപിതാക്കന്മാർക്കാണ് അങ്ങനെയുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുവാനുള്ളതായ പ്രത്യേകമായിട്ടുള്ള കഴിവ് ദൈവം കൊടുക്കുന്നു. അവരെ ദൈവത്തിൻ്റെ മാലാഖമാരാണ്. അവരെ പരിചരിക്കുന്നത് വഴിയായി ഞാൻ കുറവുള്ളവനായിരുന്നു, നിങ്ങളെന്നെ പരിചരിച്ചു എന്നുള്ള അതായിരിക്കും അന്ത്യവിധി നാളിൽ ഈ മാതാപിതാക്കന്മാർ കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സഹിഷ്ണുതയോടുകൂടി ആ കുഞ്ഞുങ്ങളെ വെറുക്കാതെ സ്നേഹിക്കാനും അവർ ഈ മെക്സിക്കോ സിറ്റിയിലെ പ്രസിഡന്റിന്റെ പുതിയ ഒരു ഇതാണ് സജഷനാണ് ഇങ്ങനെ ഇത് കൂടുതൽ ഉണ്ടാക്കുകയാണ്. കാരണം അല്ലെങ്കിൽ ആ ഒരു മലയിൽ നിന്ന് വേറൊരു മലയിലേക്ക് പോകണമെങ്കിൽ ഈ ആൾക്കാർ എങ്ങനെ യാത്ര ചെയ്യും? ഇതുമാത്രം സമയമെടുക്കും വാഹനം വഴി പോകണമെങ്കിൽ. അതുകൊണ്ടാണ് റോഡ് വേ ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ അതൊരു പ്രത്യേകതയാണ്. എൻ ദൈവമേ, അവിടുത്തെ സ്നേഹം എത്ര മധുരം. എൻ ദൈവമേ, അവിടുത്തെ സ്നേഹം എത്ര മധുരം. പാപികളും ബലഹീനരുമാ മക്കളുടെ വിളിയൊന്നു കേൾക്കണമേ. പാപികളും ബലഹീനരുമാ മക്കളുടെ വിളിയൊന്നു കേൾക്കണമേ. അവിടുത്തെ സ്നേഹം എത്ര മധുരം. അവിടുത്തെ സ്നേഹം എത്ര മധുരം. വിശുദ്ധ ബലിയിൽ തിരുവോസ്തിരൂപനായി നാവിൽ അലിഞ്ഞു ചേരുന്ന നേരം
ഈശോയും ഞാനും ഒന്നാകും നേരം, ഈശോയും ഞാനും ഒന്നാകും നേരം. അവിടുത്തെ സ്നേഹം എത്ര മധുരം. അവിടുത്തെ സ്നേഹം എത്ര മധുരം. ലോകത്തിൻ രക്ഷകനായി കുരിശുമരണമേറ്റെടുത്ത ദൈവപുത്ര, ലോകത്തിൻ രക്ഷകനായി കുരിശുമരണമേറ്റെടുത്ത ദൈവപുത്ര, അനുദിനം ഞങ്ങളെ കാത്തിടണേ, വീഴാതെ ഞങ്ങളെ നടത്തേണമേ. അനുദിനം ഞങ്ങളെ കാത്തിടണേ, വീഴാതെ ഞങ്ങളെ നടത്തേണമേ, കൈപിടിച്ചു നടത്തേണമേ. അവിടുത്തെ സ്നേഹം എത്ര മധുരം. അവിടുത്തെ സ്നേഹം എത്ര മധുരം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാം ത്രിത്വൈക ദൈവമേ ആരാധന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാം ത്രിത്വൈക ദൈവമേ ആരാധന. ദൈവസ്നേഹത്താൽ കനിയണമേ, ദൈവകൃപയാൽ നയിക്കണമേ. ദൈവസ്നേഹത്താൽ കനിയണമേ, ദൈവകൃപയാൽ നയിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. അവിടുത്തെ സ്നേഹം എത്ര മധുരം. അവിടുത്തെ സ്നേഹം എത്ര മധുരം. അവിടുത്തെ സ്നേഹം എത്ര മധുരം. ബെത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ പിറന്ന രക്ഷക, ദൈവത്തിന്റെ പുത്രനായ ഉണ്ണീശുവേ, എളിമയുടെ മാതൃകയെ കാട്ടിത്തന്നവനെ, അങ്ങേ ഞങ്ങൾ വാഴ്ത്തി സ്തുതിച്ചിടുന്നിതാ. ബെത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ പിറന്ന രക്ഷക, ദൈവത്തിന്റെ പുത്രനായ ഉണ്ണീശുവേ, എളിമയുടെ മാതൃകയെ കാട്ടിത്തന്നവനെ, അങ്ങേ ഞങ്ങൾ വാഴ്ത്തി സ്തുതിച്ചിടുന്നിതാ. രക്ഷകൻ ജനിച്ച വാർത്ത കീർത്തിതമായി, പരിശുദ്ധ അമ്മ മൗനമായി ഹൃദയത്തിൽ സംഗ്രഹിച്ചു.
ദൈവപുത്രനു ജന്മം നൽകിയ പരിശുദ്ധ അമ്മ, പിള്ളക്കച്ചയിൽ പൊതിഞ്ഞു അമ്മ കുഞ്ഞിനെ സംരക്ഷിച്ചു. പിള്ളക്കച്ചയിൽ പൊതിഞ്ഞു അമ്മ കുഞ്ഞിനെ സംരക്ഷിച്ചു. ബേത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ പിറന്ന രക്ഷക, ദൈവത്തിന്റെ പുത്രനായ ഉണ്ണി യേശുവേ. എളിമയുടെ മാതൃകയെ കാട്ടിത്തന്നവനെ, അങ്ങേ ഞങ്ങൾ വാഴ്ത്തി സ്തുതിച്ചിടുന്നിതാ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. നക്ഷത്രത്തെ അനുഗമിച്ച പൂജരാജാക്കൾ പൊന്നുമുരുൾ കുന്തിരിക്കം കാഴ്ചയായി നൽകി. മടക്കയാത്രയിൽ ഹേറോദേസിനെ കണ്ടുമുട്ടാതെ ആട്ടിടയർ ദൈവപുത്രന്റെ ജീവൻ രക്ഷിച്ചു. ആട്ടിടയർ ദൈവപുത്രന്റെ ജീവൻ രക്ഷിച്ചു. ബേത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ പിറന്ന രക്ഷക, ദൈവത്തിന്റെ പുത്രനായ ഉണ്ണി യേശുവേ. എളിമയുടെ മാതൃകയെ കാട്ടിത്തന്നവനെ, അങ്ങേ ഞങ്ങൾ വാഴ്ത്തി സ്തുതിച്ചിടുന്നിതാ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ജോസഫിന്റെ ദർശനത്തെ പാലിച്ചുകൊണ്ട് അമ്മയും കുഞ്ഞിനെ സുരക്ഷിതമായി നസ്രത്തിലാക്കി. അമ്മയും കുഞ്ഞിനെ സുരക്ഷിതമായി നസ്രത്തിലാക്കി. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. എത്ര വളർന്നാലും ദൈവമേ ഞാനെന്നും അങ്ങേക്കു പൈതൽ. ദാനങ്ങൾ നൽകുന്നവനെ ഹൃദയത്തിൻ പ്രകാശമേ വരണമേ.
റൂഹ റൂഹ ആത്മീയ വരങ്ങളാൽ നിറയ്ക്കണേ റൂഹ റൂഹ ആത്മീയ വരങ്ങളാൽ നിറയ്ക്കണേ ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം കവളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം കവളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരിതൻ ശോഭയുണ്ടതോർക്കണം കലികൊള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകുമേശുവോർക്കണം വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടണം അവനുത്തരം നൽകുമെന്നറിഞ്ഞിടണം കൈലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം കവളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം ബലവാനും കർത്താവുമായ ദൈവമേ പരിശുദ്ധൻ പരിശുദ്ധൻ അത്യുന്നതനാം സ്വർഗീയനാഥൻ പരിശുദ്ധൻ 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 അത്യുന്നതനാം സ്വർഗീയനാഥൻ പരിശുദ്ധൻ 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 ഹല്ലേലൂയ 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 സ്വർലോകനാഥനാം ദൈവപിതാവേ അങ്ങേക്കാരാധന ജീവന്റെ ഉറവിടമാകും പിതാവേ ഞങ്ങളെ കാത്തിടണേ ജീവന്റെ ഉറവിടമാകും പിതാവേ ഞങ്ങളെ കാത്തിടണേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ
പൂർണ്ണമായി ഞങ്ങളെ മാറ്റിയിടണേ. ഞങ്ങളിൽ വന്നു നീ നിറയണമേ. പൂർണ്ണമായി ഞങ്ങളെ മാറ്റിയിടണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Welcome to this place. My name is Felix. Hi Felix. Hola Felix. ¿Cómo está Felix? Felix the cat. So amigos, I'm explaining. Was the long time ago architects discovered the first paper for painting, for plan, for writing of this kind of plant behind you, that called maguey or agave. Maguey, Aztec language, agave botanical name. After 10 years, we obtained many benefits. Paper for writing, fiber for make textiles, blankets, hammocks, shoes, heads, sandals, or a water for drink, like apple juice, very sweet, they call agua de miel, or a honey water. After 10 years, this is only 5 years old. It's a very young plant. Okay, so after 10 years, we have more or less this picture. This is the picture. You can check the para. The para is much bigger, like a big pan, big barrel. When we cut this part of the plant, from the center part of the plant, obtain paper. At the part of the plant, produce water. We scrape, obtain 2 liters in the morning, afternoon, another 2 liters, 3 months, 4 months, and then dies, finish. After that, we cut all of the leaves because the whole plant is around 80% fiber plant. But from the center leaves, the skin white only in the center because the other ഇവിടെ പന പോലെ തന്നെ and പണിയെത്തുന്ന പോലെ തന്നെ. we obtain the whole piece of paper, only a small size. Therefore, they need only the center part of the leaves. You can check. Do you have a pen? One Roman, okay? Just for to know, okay? Okay, miss, you wanna write something? ഒരു പാട്ടങ്ങ് എഴുതിക്കോ, Full number. ഒരു പാട്ടങ്ങ് എഴുതിയേ. ഹാപ്പി ബർത്ത്ഡേ എന്നിരിക്കും. ചേച്ചിയല്ലേ അല്ലേ? ആരാണ് പറഞ്ഞത്? ചേച്ചിയാണ്. ഇത് പാട്ടുകാരി ചേച്ചിയാ. ബർത്ത്ഡേ എന്നെ അമ്മ അമ്മ കൈമാറ്റം ജോസഫിന്റെ ഭാര്യ അർപ്പണം ജീവന്റെ ഭാര്യ. The original paper we call parchment paper, and the letters they call codices, codex. Like that. You can say papel. Also, jabón también. Soap. Jabón, soap to wash the textiles. Jabón. Inside the പ്ലാസ്റ്റിക് അല്ലേ? ഒരു പ്ലാസ്റ്റിക് ഫീലിംഗ് ഉണ്ട്. പ്ലാസ്റ്റിക് ഓ ടച്ച് ചെയ്തിട്ടാണോ? അകത്തുനിന്ന് നൂല്, അകത്ത് നൂല്, സോപ്പ്. that is good for hair, both head medicine. For me, no problem. Every day we use. You don't need it. Friends, ഹെയർ കറക്കുമെന്ന് ചോദിച്ചേ. അല്ല ഇത് കറപ്പിക്കാൻ പറ്റുമോ? വളരെ നല്ലതാണ്. ആ കഷ്ടമുള്ളതാണ്. fiber.
ആ സാഹിബിനെ തർപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. Amigos, 5 hours as they weave hammocks, ropes, shoes, textiles, blankets, and many more textiles with this fiber. No acrylic, no cotton, no fiber, just this plant. Fiber. I call sisal. Yeah. Fiber. Also, നമ്മുടെ വാഴ കൊണ്ട് കിടിക്കല്ലേ പച്ചി കിട്ടണം ഇതുപോലെ ഇവർക്ക് വാഴയില്ല പോയി അപ്പം ഇത് കണ്ടുപിടിച്ചു ആ വാടക നമ്മളെ പാ കിട്ടുന്നതൊക്കെ പോരിട്ടോ പോരിട്ടോ ക്ലാസ് പോയിരുന്നു വലിച്ചു പൊട്ടുന്നു ഇവിടെ നിങ്ങൾ ഉടം പിടിച്ചേ ഉടം പിടിച്ചേ പൊട്ടിയില്ല ഇല്ല പൊട്ടിയില്ല അതുപോലെ വേസ്റ്റാണ് നമുക്ക് ആണ് പൂ ആ ആണ് ചെമ്പരത്തി പൂ let me show you the color. ആണ് കളർ ഇവിടെ ഇവിടെ മുറി പ്ലാസ്റ്റിക് അതിന് മുമ്പ് ബുദ്ധിമുട്ടായിട്ട് വിട്ടു For process the paper, they use beeswax. They impregnate wax. സീനിയറിന്റെ പരിപാടിക്ക് ഫോയിൽ പേപ്പർ കൊണ്ട് ഫുഡ് പോയി വെച്ചിരുന്നേ ഞാൻ ഫോയിൽ പേപ്പർ പറഞ്ഞപ്പോൾ ഫോയിൽ പേപ്പർ ഉണ്ട് This is for your station. Station here. Well, let me show you the minerals what they use for work. Over here. Todos de este lado. Everybody over here, everybody. Ladies and gentlemen. സ്റ്റോൺ Yeah. Friends, this stone you can find in many countries. Grecia, Italy, Guatemala, Russia, China. ഇന്ത്യ But on Indian, but only one color, only black. In this area we have with minerals. For example, you can check this color, like a rainbow. You see the color? Many colors in one stone. You see? The region, the experts, they say when the volcano erupts, the lava fusion with natural minerals of the area, with hot temperature, cold water, and down pressure making the crystal, therefore the color of the minerals. And also another color more, for example this one, obsidiana dorada. Obsidian. You see the color? Yeah. The gold color, different color. See, it is not China, it is not plastic, it is not painted, it's real stone. Also, the original people with this stone they making, especially ceremony vessel like this, was they carving for a drink elixir of the plant, the cactus juice, and the top of the pyramid by offering ceremonies obtain energy, knowledge, and life. That symbol of the life, knowledge, and energy. Also, something else was they making hot stone for massage. 15 minutes sunlight, and then you can make a massage. Ceremony mask like this one. It represents the symbol of duality and the balance. This is only a beginning work. Today are carving with diamond blade, drill press to make the hole, diamond point for to make the detail, and then we need sandpaper
fiber plant beeswax for obtain the shiny color. You can see when it's carving, it's not the shiny, it's dark. And then they need polish again with the same paper, beeswax and the same dust stone. After polish, it's like this bracelet. Oh. Look at this one. But let's go to drink pulque, the first wine of this country. തെക്കീനാണോ? Okay, amigos, everybody over Wine here. tasting ആണ്. A little circle പിള്ളേർക്ക് around here. ഇത് കള്ളാണോ? So, കള്ളന് വേണോ? everybody, get close. Help me, please. Take one of this glass. Don't drink. Wait for the ceremony. Don't drink. Wait for the ceremony. Take the glass, but don't drink. Take the glass. ഇത് കള്ളാട്ടോ? Don't drink. Wait for me. Wait for me. Don't drink. Let somebody else. 26 Okay, ask the wine. The first wine. Don't drink. ഫസ്റ്റ് വൈൻ. Okay. Somebody else. Cheers. Take one of these. Yeah, only 2% happiness. 2% alcohol. Okay. You can say what I say. Salud. 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 Adentro. Drink. Now, tequila. Somebody want tequila drink? Tequila. Tequila. A ver, amigos, tequila. Oh, you can drink that. Don't mix it. Don't mix. Don't forget. Today is Sunday. Today. Wait for that. വേണോ? No, not bad. ഇത് വേണോ? Okay. ആ അത് വേണോ? ഓറഞ്ച് ഓറഞ്ച് Yeah, that's from the use of the plant. Yeah, don't worry. Don't worry. Be happy. Do you want tequila? Want tequila? Okay. Excuse me. Oh. No. You can don't use water. You use only dust, and that's it. Dust. Dust. Dust, polvito. Okay. Now, this is, hey, wait, this is not tequila. This is a liquor of love. Klinkenfer. Diabetes, overweight, hangover, aphrodisiac. diabetes. Bottle drink, make twins. This is tequila. This is not tequila. Yeah. Be careful. This is for chaka chaka. Yeah. Chaka chaka. You want to do chaka chaka? Somebody else? ചാക്ക ചാക്ക Chaka chaka. ചാക്ക ചാക്ക എല്ലാവരും ബൂസാവും. ഇത് എവിടെ പോകും? Now, the last one. ഇത് മധുര ഇതല്ലേ നല്ലത്. Okay, friends. ആ ചാക്ക ചാക്ക The last one.
Pistachio, you know pistachio? Oh, yeah. Who wants to drink pistachio? Pistachin. ഇത് മൊത്തം അടിച്ച് പിരിയോ ജ്ഞാനായ പെണ്ണല്ലേ മഴവില്ലിന്നഴകല്ലേ കുടമുല്ലപ്പൂവല്ലേ സ്നേഹത്തിൻ മുത്തേ നിൻ മൈലാഞ്ചി കല്യാണത്തിൻ രാവണഞ്ഞില്ലേ തേനൂറും രാവിൻ ഈണം പാടി വരുന്നുണ്ടേ ജ്ഞാനായ പെണ്ണല്ലേ മഴവില്ലിന്നഴകല്ലേ കുടമുല്ലപ്പൂവല്ലേ സ്നേഹത്തിൻ മുത്തേ നിൻ മൈലാഞ്ചി കല്യാണത്തിൻ രാവണനില്ലേ തേനൂറും രാവിൻ നീണം പാടി വരുന്നുണ്ടേ താരാരോ തന്നിന്നാരോ തന്നിന്നാരോ അങ്ങനെ താരാരോ തന്നിന്നാരോ തന്നിന്നാരോ താരാരോ തന്നിന്നാരോ തന്നിന്നാരോ അങ്ങനെ താരാരോ തന്നിന്നാരോ തന്നിന്നാരോ മാറാരുൾ ചെയ്തിടുകയെന്നു നിറവേറി ചേരി നൽകുണങ്ങളെല്ലാം ഭൂമി മേലൊരേടം നേസമ്മ പെണ്ണല്ലേ നീ വേദത്തിൻ പൊരുളല്ലേ നീ കനിവുലികൾ പകരുമ്പോൾ നീ ദേവതയല്ലോ മാലാഖ പൊൻകുടമേ താഴം പൂമൊട്ടല്ലേ നീ രോഗികളുടെ സ്നേഹം തന്നെ ജീവിതമാക്കിയവൾ നീസമ്മ പെണ്ണല്ലേ നീ വേദത്തിൻ പൊരുളല്ലേ നീ കനിവലികൾ പകരുമ്പോൾ നീ ദേവതയല്ലോ മാലാഖ പൊൻകുടമേ താഴമ്പൂ മുട്ടല്ലേ നീ രോഗികളുടെ സ്നേഹം തന്നെ ജീവിതമാക്കിയവൾ വീടിനെന്നും തണലായി പൊൻകതിർ വിരിയും വയലായി രമ്യ മനോഹരിയായി ഇവൾ മനസ്സിൻ തമ്പുരുമീട്ടുന്നു താരാരോ തന്നിന്നാരോ തന്നിന്നാരോ അങ്ങനെ താരാരോ തന്നിന്നാരോ തന്നിന്നാരോ താരാരോ തന്നിന്നാരോ തന്നിന്നാരോ അങ്ങനെ താരാരോ തന്നിന്നാരോ തന്നിന്നാരോ പിഴവഴിഞ്ഞ് നിറമൊഴിഞ്ഞു തന്റെ നിറ മകന്ന പോലെ മയിലാഞ്ചി കടവിയോക്ക് നിറപിഴഞ്ഞ അടയാളം ജ്ഞാനായ പൊൻകുടമേ ത്യാഗത്തിൻ മുത്തേ നിന്നെ പൂമ്പട്ടിൻ തളിരണിയിക്കും നാളിത് വന്നല്ലോ ചേലുള്ളൊരു പെണ്ണേ നിൻ മൈലാഞ്ചി കല്യാണം നാടാകെ ഉത്സവമാക്കി തീർത്തിടാം ഞങ്ങൾ ജ്ഞാനായ പൊൻകുടമേ ത്യാഗത്തിൻ മുത്തേ നിന്നെ പൂമ്പട്ടിൻ തളിരണിയിക്കും നാളിതു വന്നല്ലോ ചേലുള്ളൊരു പെണ്ണേ നിൻ മൈലാഞ്ചി കല്യാണം നാടാകെ ഉത്സവമാക്കി തീർത്തിടാം ഞങ്ങൾ തനിമകളിന്നും നിലനിർത്തി പാരമ്പര്യങ്ങൾ കാത്തിടാം മംഗളദായക മംഗല്യത്തിനു മംഗളമേകിടാം താരാരോ തന്നിന്നാരോ തന്നിന്നാരോ അങ്ങനെ താരാരോ തന്നിന്നാരോ തന്നിന്നാരോ
ചൊല്ലും തത്തമ്മ ചുണ്ടിൽ വിരിയും പാൽപുഞ്ചിരിയുണ്ട്. മാനത്തെ വെള്ളിത്തേരിൽ പനിനീരിൻ അഴകല്ലേ നീ, ഭൂലോകം മുഴുവൻ നിന്നെ സുന്ദരിയായി വാഴ്ത്തും. മയിൽ കണ്ണു തോൽക്കും മിഴികൾ, മുല്ലപ്പൂ വിരിയണ പല്ലും, തത്തമ്മ ചുണ്ടിൽ വിരിയും പാൽപുഞ്ചിരിയുണ്ട്. മാനത്തെ വെള്ളിത്തേരിൽ പനിനീരിൻ അഴകല്ലേ നീ, ഭൂലോകം മുഴുവൻ നിന്നെ സുന്ദരിയായി വാഴ്ത്തും. കുടുകുടെ തൂവും ചിരിയല്ലേ, കലവിലവാടും മൊഴിയല്ലേ, കളകളനാദം കഥ പറയുമ്പോൾ കനവുക കതിരുകളായി. ആരാരോ തന്നിന്നാരോ തന്നിന്നാ